ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിലേക്ക് വരാം. ഇന്ന് മൺഡേ നമ്മുടെ അനാലിസിസ് നോക്കിക്കേ. നമുക്ക് 2 ട്രേഡാണ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെക്കൻഡ് പോയിന്റിൽ സെക്കൻഡ് ക്യാൻഡിൽ നോക്കുക. അതാ ഫസ്റ്റ് ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ സെക്കൻഡ് ക്യാൻഡിൽ എവിടെയാണ് നിൽക്കുന്നത്? ഇടിഞ്ഞു വന്നിട്ട് ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെയും സെക്കൻഡ് ക്യാൻഡിൽ ഇടിഞ്ഞു വന്ന് ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ ആ 2 പൊസിഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ നിഫ്റ്റിയിൽ അതേസമയം സെക്കൻഡ് ക്യാൻഡിലല്ല, ഫസ്റ്റ് ലെവലിലല്ല നിൽക്കുന്നത്. ദെൻ പക്ഷേ ഫിൻ നിഫ്റ്റി നോക്കുക. ഫിൻ നിഫ്റ്റി അതേസമയം സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു ട്രേഡ് ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സി ട്രേഡിലേക്ക് പോകാം. ആ സി ട്രേഡ് നല്ല പ്രോഫിറ്റ് റേഞ്ച് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. സെക്കൻഡ് ക്യാൻഡിൽ അടുത്തൊരു ക്യാൻഡിൽ കൂടി ജസ്റ്റ് ഒരു ഇടിവ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെടുത്ത ആ ഒരു ഇപ്പോൾ 100 രൂപയ്ക്ക് ഒരു സി പൊസിഷനാണ് നമ്മളിവിടെ നിഫ്റ്റിയിൽ എടുത്തതെങ്കിൽ ആ പൊസിഷൻ 150 പോയിൻ്റ് വരെയൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. 150 പോട്ടെ 140 പോയിൻ്റ് വരെയൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 40 പോയിൻറ്റ്സാണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം അടുത്ത പൊസിഷൻസ് നമുക്ക് വരുന്നത്, അടുത്ത പൊസിഷൻ നിങ്ങൾ നോക്കിക്കേ. അടുത്ത പൊസിഷൻ നമുക്ക് വരുന്നത് ഇതാ നമ്മുടെ ഈ ബ്ലൂ പോയിന്റ് കാണിച്ചിരിക്കുന്ന പൊസിഷൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ടാമത്തെ ക്യാൻഡിൽ നമുക്ക് ഫസ്റ്റ് ലെവലിൽ വന്നിരിക്കുന്ന പോലെ തന്നെ സെൻസെക്സ്, അതായത് നമ്മുടെ ഇൻഡെക്സ് കൺഫേം ചെയ്യണം. സെൻസെക്സ് ആണ് കൂടുതൽ കൺഫേം ചെയ്യേണ്ടത്. സെക്കൻഡ് ക്യാൻഡിൽ എവിടെ നിൽക്കുന്നത്? ലാസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ ഉണ്ട് ലാസ്റ്റ് ലൈനിൽ. ഇത് ഒരുപാട് താഴേക്ക് പോന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് പറ്റത്തില്ല. പക്ഷേ അത് ലാസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്, കണ്ടോ. ലാസ്റ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് നമുക്കതിന് കുറച്ചും കൂടി കൺഫോമിറ്റി കൊടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതാ എത്രാമത്തെ ക്യാൻഡിലാണ്? 1 2 3 4 5 6th ക്യാൻഡിലാണ്, കണ്ടോ. 6th ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റി ഇതാ സി പൊസിഷൻ കയറി വന്നിട്ട് ഇവിടെ ബോർഡ് ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ആകുകയാണ്. ഇപ്പുറത്തേക്കും അങ്ങനെ തന്നെയാണ്, ബോർഡ് ലൈൻ റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട്. ഇവിടെ പി പൊസിഷനാണ്, ബോർഡ് ലൈൻ സപ്പോർട്ടും ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പിന്നെ നമുക്കൊരു നല്ല പി പൊസിഷൻ പോകുന്നുണ്ട്. തിരിച്ചത് വന്നിട്ട് വീണ്ടും ഒരു പോയിന്റ് ആക്റ്റീവ് ആകുന്നുണ്ട്. ഇതേപോലെ തന്നെ വീണ്ടും ഇതേ പൊസിഷനിലേക്ക് വരുന്നു, വീണ്ടും ഈ പൊസിഷൻ ആക്റ്റീവ് ആകുന്നുണ്ട് അല്ലേ. നല്ലൊരു 100% റിട്ടേൺ കൊടുത്ത ഒരു ട്രേഡാണ് ആ ഒരു പി പൊസിഷൻ എന്ന് പറയുന്നത്. കാരണം അതവിടെ ബോർഡ് ലൈൻ ലെവൽ മാത്രമല്ല ആക്റ്റീവ് ആകുന്നത്. അതേസമയം നിഫ്റ്റി നോക്കുമ്പോൾ ഫസ്റ്റ് ലെവൽ ട്രേഡ് കൂടി ആക്റ്റീവ് ആകുന്നുണ്ട്, കണ്ടോ. സി പൊസിഷൻ കയറി പോയിട്ട് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഫസ്റ്റ് ലെവലാണ്. ഇതാ പി പൊസിഷൻ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയും പി പൊസിഷൻ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഫസ്റ്റ് ലെവൽ പൊസിഷനും ആക്റ്റീവ് ആയിട്ടുണ്ട്. ദെൻ ബോർഡ് ലൈൻ ട്രേഡും ആക്റ്റീവ് ആയിട്ടുണ്ട്. അങ്ങനെ 2 രീതിയിൽ ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ 100% വരെ റിട്ടേൺ പോകുന്ന ട്രേഡുകളിലേക്ക് ഇത് പോകാറുണ്ട്, കണ്ടോ. നിഫ്റ്റി തന്നെ നോക്കിക്കേ, നമ്മളിത് 176 രൂപയുടെ ഐറ്റം വരെ 350 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം 100% റിട്ടേൺ വരെ ഇത് മൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് അങ്ങനെ 2 ലെവൽസാണ് ഇവിടെ ഇന്ന് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. 2 ലെവൽ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ടുണ്ട്. ദെൻ അത് ഇൻഡെക്സ് കൂടെ കൺഫേം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ 6ാമത്തെ ക്യാൻഡിൽ നിങ്ങൾ നോക്കി, 6ാമത്തെ ക്യാൻഡിൽ സെൻസെക്സിലേക്ക് നോക്കിക്കേ നിങ്ങൾ. 1 2 3 4 5 6 കണ്ട 6th ക്യാൻഡിൽ എന്ന് പറയുന്നത് കണ്ട ഡോട്ടർ ലൈൻ സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ദെൻ നമ്മളിവിടെ ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴും ഡോട്ടർ ലൈൻ റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇൻഡെക്സും കൺഫേംഡ് ആണ്. പോരാത്തതിന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ അതിൻ്റെ ക്രോസിംഗ് ലെവൽസിലാണ് നിൽക്കുന്നത്. ക്രോസിംഗ് ലെവൽ ഉള്ളിലാണ് വന്നത് എന്ന് ദെൻ കണ്ട ക്രോസിംഗ് ലെവൽസിൽ എത്തിയ ആ ഒരു ടൈം കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ അക്യുറസി ഉള്ളൊരു ട്രേഡായിരുന്നു ആ ഒരു പി ട്രേഡ്. നല്ല രീതിയിൽ അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രൈക്ക് ലെവൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യുക. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ.